അപ്പോൾ ഇന്ന് നല്ലൊരു ഞണ്ട് റോസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു 3 ഞണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം വലിപ്പമുള്ള. അതിലേക്ക് ആവശ്യമായിട്ട് 2 സവാള, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം ചതച്ചെടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിന് ശേഷം 2 സവാള, ഇഞ്ചി, വെളുത്തുള്ളി. ഇതാണ് ഇപ്പോൾ കേട്ടോ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ചേർത്തിട്ടുണ്ട് ഉള്ളി വാടാനുള്ള. അതിന് ശേഷം ഒരു തക്കാളി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ്. ഇനി പൊടിയായിട്ട് മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, വിനാഗിരി ഒരു മൂടി അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് നമ്മൾ ഈ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മസാല എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ചിട്ട് ഞണ്ടിന് എത്ര വേവുണ്ടോ അത്രയും വേവിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചാനലെല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതാ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലാണ് കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഈ റോസ്റ്റ്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടാണ് കേട്ടോ. മസാല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ ഇത് ഒഴിച്ച് കൊടുത്ത് വേവിച്ച് വെച്ചതിന് ശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.